ഏയ് വികാസ്, പറയൂ ഭരതൻ സാർ. എവിടെയുള്ളത്? ഞാൻ എവിടെയാണോ അവിടെ. ഇങ്ങനത്തെ ഡയലോഗ് ഒന്നും എന്നോട് പറയണ്ട. ഇവിടെ ഇത്രയും പേര് ഉണ്ടായിട്ടും മാമൻ നിന്നെ അയച്ചതെന്നാണെന്ന് മനസ്സിലായോ? ഞാനും അവനും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ. എന്നെ കൊണ്ട് മാത്രമല്ലേ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അവനെ വിളിക്കാൻ എന്നെ പറഞ്ഞേച്ചെന്നാ പുറത്തുള്ള ടോക്ക്. മണ്ണാൻ കേട്ട അവനെ ഭദ്രമായിട്ട് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാം. അവൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാ ഒന്നും തന്നെ അറിയില്ല. ആയിക്കോട്ടെ. അവനെത്തി. ബായ്. എന്റെ അമ്മേ, ഇറച്ചു. നീ അവളാകെ മാറിപ്പോയല്ലോടാ. ഇപ്പൊ നിന്നെ കണ്ട ഓവൻ നേരത്തെ ഫ്രഷ് പിസ മാതിരി ഹോട്ട് ആയിട്ടുണ്ട്. നീ ഹോളിവുഡ് സിനിമയിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചോ? നിനക്കൊരു മാറ്റമില്ലടാ, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഞാൻ മാറിയില്ലെന്നോ? നോക്കേ, എന്റെ സ്റ്റൈല് മാറി, എന്റെ സംസാരം മാറി. അതൊക്കെ പോട്ടെ. അവിടെ 100 പേര് കാറായിട്ട് വെയിറ്റ് ചെയ്യാ. നിന്റെ മാമ നിന്നെ തോളത്തെടുത്തോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു തണുപ്പനായ എങ്ങനെയാടാ? എടാ, നീ എന്തിനാ ഡ്രൈവ് ചെയ്യുന്നത്? ചെറിയൊരു പണി കൂടി ഉണ്ട്, തീർത്തിട്ട് പോ. ഇവിടെ നിനക്ക് എന്ത് പണിയാടാ? എടാ, നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നത്? ആരാ നിങ്ങള്? പെർമിഷൻ ഇല്ലാതെ ആരാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത്? ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. He is none other than Mr. Rajit Ram, the next CEO of PR Group of Companies. അയ്യോ സാർ, നിങ്ങളെപ്പോഴാ ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തി? സോറി, എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ. നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്തിയാണ്. ബട്ട് ഐ ആം സർപ്രൈസ്ഡ്. You will be shocked by the end of this conversation. Anuradha, can you give us a minute? എന്റെ പേരെങ്ങനെ അറിയാം? I'll come straight to the point, Mr. Agnihotri. 7 years ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന VNR പവർ പ്രോജക്ട് ഇത്തവണ ടെൻഡർ നമുക്ക് കിട്ടാതെ നമ്മുടെ കോമ്പറ്റീറ്റർ കമ്പനിക്ക് പോയിരിക്കുക. എന്റെ അച്ഛൻ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് വിചാരിച്ച എയർവേ പ്രോജക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വളരെ മാജിക്കലായിട്ട് മിസ്സായി പോയി. സോ വാട്ട്? ലാസ്റ്റ് 20 years നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് ഇരിക്കുകയല്ലേ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ കമ്പനിയിൽ ജോലി ചെയ്ത എല്ലാവരെയും എന്റെ ഫാദർ ഒരു ഫാമിലിയെ പോലെ കരുതിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചെയ്ത അച്ഛന് ഒരുപാട് വിഷമമുണ്ടാക്കും. നിങ്ങൾ എന്റെ കമ്പനി ഓഡിറ്റർ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യണം. അടുത്ത 1 hourനുള്ളിൽ എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തേക്ക്. വരട്ടെ. നീ എന്താ പേടിപ്പിക്കാൻ നോക്കാം? ഇപ്പൊ നീ എനിക്കെതിരെ നിന്നാ എന്നേക്കാൾ ലൂസ് നിനക്കായിരിക്കും. അതെല്ലാം നിനക്ക് തോന്നുമ്പോഴേക്ക് എന്നെ പുറത്താക്കാനും ഇങ്ങനെ വന്ന് ഷോ കാണിക്കാനും ഞാൻ നിന്റെ ഡ്രൈവറല്ല. നീയല്ലേ പറഞ്ഞു 20 വർഷം. നിന്റെ കമ്പനിയെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. The Information Technology Act 2000, Unauthorized Access, Use and Disclosure of Confidential Information. The Indian Contract Act 1982, Indian Penal Code 1860, the Companies Act 2013, the New Trade Center Act 2016. നിന്നെ പുറത്താക്കുന്നതിനും നീ അകത്തു പോകുന്നതിനും ഇത് മതിയോ അതോ ഇനിയും വേണോ? അഹിംസ പരമോ ധർമ്മഃ, ധർമ്മഹിംസ തദൈവ ചഹ. ഞാൻ എന്റെ അച്ഛനെ പോലെ സോഫ്റ്റ് അല്ല. അത് തീരുമാനമായി. നമസ്തേ സർ. My boy.
മോനെ ആരും കണ്ണു വെക്കരുത്. ഇനി ആരുടെയും ദൃഷ്ടിപ്പെടില്ല. കോപം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല പ്രിയ. നിന്റെ അച്ഛൻ ഇരിക്കേണ്ട കസേരയില് 20 വർഷമായിട്ട് നിന്റെ ചിറ്റപ്പൻ ഞെളിഞ്ഞങ്ങ് ഇരിക്കുക. CFO ആയിരുന്ന എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കി പുറത്താക്കുകയും ചെയ്തു. ഇപ്പോ അവന്റെ മകനെ CEO ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് നടക്കരുത്. അത് നടക്കാതിരിക്കണമെങ്കിൽ നിന്റെ അമ്മ ഒരടി കൂടി മുന്നോട്ട് വെക്കണം. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അത് അപ്ലൈ ചെയ്താൽ നിന്റെ ചിറ്റപ്പൻ അടിതെറ്റി വീഴാൻ അത് മതി. അമ്മയെ സമ്മതിപ്പിക്കുന്നത് അത്ര ഈസി അല്ല. നിന്റെ അമ്മയെ സമ്മതിപ്പിക്കണമെങ്കിൽ നിന്റെ അനിയനെ കൊണ്ടേ അതിന് സാധിക്കൂ. നമസ്തേ സാർ. എന്താ നീ ഒന്ന് സല്യൂട്ട് ചെയ്തേ. നമസ്തേ സാർ. ഇങ്ങനെ വിഷയത്തുള്ളോ നീ? ആ അവന്റെ ഒരു വിഷ് മര്യാദ എങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞു തരണോടാ ഞാൻ. സല്യൂട്ട് ചെയ്യടാ. നമസ്തേ സാർ. ആ ലെവലാതി. years of great legacy. നിന്റെ മുത്തശ്ശൻ പരശുറാം സ്ഥാപിച്ച സാമ്രാജ്യം ഇത്. PR ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നിന്റെ വലിയച്ഛനില്ലാതിരുന്നുകൊണ്ടാണ് ഇത്രയും കാലം ഈ കമ്പനിയുടെ ഭാരം എനിക്ക് ചുമക്കേണ്ടി വന്നത്. നിന്റെ അച്ഛൻ ഇല്ലാതായതിന്റെ കാരണം തന്നെ അവനാണ്. ഇനി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്നതാണ് എന്റെ ആഗ്രഹം. എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കരുത്. അവൻ എന്നേക്കാൾ ജസ്റ്റ് 2 മാസം മുന്നേ ജനിച്ചവനാ. ബിസിനസ് എന്നത് അത്ര നിസ്സാരമല്ല. അതിന് റിസ്ക് കൂടുതലുണ്ട്. ആര് തെറ്റ് കാണിച്ചാലും അതിനെ മുളയിലെ നുള്ളിയേക്കണം. ഒരു തവണ തെറ്റ് ചെയ്താൽ പിന്നെ അവന് എത്ര തെറ്റ് ചെയ്യുന്നതിനും മടിയുണ്ടാവില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ചതുരംഗമല്ല, ഇതൊരു യുദ്ധഭൂമി. എന്റെ അച്ഛൻ അനുഭവിച്ചതെല്ലാം അവനും അനുഭവിക്കണം. ഒരു ചെറിയ അശ്രദ്ധ വന്നാൽ അത് ഭൂമിയിൽ കുഴിച്ചു മൂടപ്പെടും. പാതാളത്തിൽ കുഴിച്ചിടും ഞാൻ. Someday I will hope you make a great leader. നിന്റെ അമ്മ വസുന്ധര ഒരു ചെറിയ കുരുവിക്ക് മേൽ പോലും ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നവളാ. അങ്ങനെ ഇരിക്കുക, ബ്രഹ്മാസ്ത്രം തന്നെ എതിരെ വന്നാൽ എങ്ങനെ നേരിടാനാ? മേഡം ഇങ്ങനെ എമർജൻസി ആയിട്ട് ഒരു ബോർഡ് മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിശയിച്ചു പോയി സാർ. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ നടന്നിട്ടില്ല. ഈ വീട്ടിലൊരു ചെറിയ സന്തോഷം ഉണ്ടായാൽ മതി. അവർക്കത് ഒട്ടും തേക്കില്ല. ഇത്രയും വയസ്സായിട്ട് അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല. വർദ്ധൻ, മര്യാദയോടെ സംസാരിക്കണം. അതെന്റെ ചേട്ടത്തിയാ. അവർക്ക് ഈ കമ്പനിയിൽ 50% ഷെയർ ഉള്ളതാ. ഷീസ് ഗോട്ട് ദാറ്റ് മച്ച് റൈറ്റ്. അവരുടെ ഇന്റൻഷൻ ശരിയല്ലാത്തത് കൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. റാമിനോട് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറയാം. മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.